അങ്ങനെ ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്തു. ഒന്ന് ടെക്സ്റ്റ് കൊടുക്കൽ, ടെക്സ്റ്റ് എങ്ങനെ സ്ക്രീനിൽ കൊടുക്കുക എന്നുള്ളതിനെക്കുറിച്ച് പഠിച്ചു. രണ്ടാമത് നമ്മളെ ബ്രാൻഡ് ലോഗോ അത് കൊടുത്ത് അതും എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് പഠിച്ചു. ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോണത് ലെയറിൽ തന്നെ ടാപ്പ് ചെയ്തു എന്തെങ്കിലും എഫക്റ്റ് ചെയ്യണമെന്നുള്ളത് നോക്കാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് എഫക്ട്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ, എഫക്റ്റിൻ്റെ. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബേസിക് എഫക്റ്റ് എന്ന് കാണാം. ഇതിൽ നമുക്ക് രണ്ടെണ്ണേ ഇവിടെ കാണുന്നുള്ളൂ. ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് മുകളിൽ. ഞാനതിനെ നെറ്റ് ഓൺ ആക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷനിലേക്ക് പോകും. ഇങ്ങനൊരു സ്ക്രീൻ കാണാം. നിങ്ങൾക്ക് ഏത് എഫക്റ്റുകളാണോ വേണ്ടത് എന്നുള്ളത് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നെറ്റ്വർക്ക് കുറച്ച് സ്ലോ ആയതുകൊണ്ട് ഡൗൺലോഡിങ് ചെയ്യാൻ കുറച്ച് താമസമുണ്ട്. ഓക്കെ, വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേതെങ്കിലും ഒരു എഫക്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ ഫസ്റ്റത്തെ ഒരു സ്പൈറൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്പൈറലിന് ബ്ലർഡ് ആക്കണമെന്നുണ്ട്, കളർ ചേഞ്ച് ആക്കണമെന്നുണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ സ്പൈറലിൽ ഒന്ന് ടാപ്പ് ചെയ്തു. ശേഷം ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സെക്കൻഡുകൾക്കുള്ളിൽ ഡൗൺലോഡ് ആയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഇനി അവിടുന്ന് ബാക്ക് വന്നു. ഇനി നമ്മൾ ഇവിടെ ആ സ്പൈറൽ എഫക്റ്റിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്പൈറൽ എന്നുള്ളത് കൊടുത്തു. അപ്പോൾ നമുക്ക് കണ്ടില്ല ഇവിടെ നിന്ന് ഇപ്പോൾ ഈ ഒരു ഓപ്ഷന് നമുക്ക് ഏതെങ്കിലും ഭാഗം ബ്ലർഡ് ആക്കണമെങ്കിൽ അല്ലെങ്കിൽ കവർ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്ക്രീനിൻ്റെ ഭാഗം ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കൊടുക്കേണ്ട കുറച്ച് പിന്നിലൊക്കെ ആക്കിയിട്ടാണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയും കൊടുക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം ഒരു എക്സാമ്പിൾ. നമ്മളിപ്പോൾ ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാൻ പോകണം. നമ്മളിവിടെ ഒന്നും അങ്ങനത്തെ ഒരു എഫക്റ്റ് ഇല്ല. അതിനുശേഷം നമ്മൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഉണ്ടല്ലേ, ഇവിടെ ഇപ്പോൾ നമുക്ക് കുറച്ച് പ്രൈവസിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സംഭവങ്ങൾ ഹൈഡ് ചെയ്യണം. അപ്പോൾ ഈ എഫക്റ്റ് ഇവിടെ കൊടുത്തു. ശേഷം ആ സംഭവങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് പോയി കിട്ടും. കണ്ടല്ലേ, ഇങ്ങനെയാണ് ഒരു സംഭവം ഹൈഡ് ചെയ്ത് വെക്കേണ്ടത്. നമ്മളെ സ്ക്രീനിൽ നമ്മൾ കാണിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഭാഗങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു എഫക്റ്റ് അവിടെ കൊടുക്കാൻ പറ്റും. അത് സ്ക്രീൻ ഇത്രയും ഭാഗം കണ്ടാൽ മതി, അല്ലെങ്കിൽ ഫുള്ള് കാണണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. ഇനി ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് എഫക്റ്റ് കൊടുക്കേണ്ട ഒരു രീതിയിലാണ് എഫക്ട്സ് എന്നുള്ളത് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, നമ്മൾ എഫക്ട്സിൻ്റെ ഒന്നുകൂടി സെലക്ട് ചെയ്തു. ശേഷം നമ്മളിതാ ഫസ്റ്റിലൊരു കീ ഉണ്ട്, അതിൽ നമ്മൾ ഫെയ്ഡ് കൊടുത്തു, പോപ്പ് കൊടുത്തു. ഓരോന്നിലും മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന് ആനിമേഷൻ കൊടുക്കട്ടെ, നമ്മൾ ഏത് രീതിയിലാണ്, അതൊരു സ്റ്റൈലിഷ് ആക്കാൻ വേണ്ടി മാത്രം, അതിൽ കൂടുതലൊന്നുമില്ല. നമ്മൾ ശേഷം ടിക്ക് കൊടുത്ത് വീണ്ടും സെലക്ട് ചെയ്തു. രണ്ടാമത്തെ ഓപ്ഷന് പോയി, ബ്ലിങ്ക് സ്ലോ എന്ന് പറഞ്ഞ ഓപ്ഷന്, ഫ്ലിക്കർ ഉണ്ട്, പൾസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ആ എഫക്ട്സിന് ആനിമേഷൻസ് കൊടുക്കണം. കണ്ടോ, ഇത്രയും സംഭവങ്ങൾ അതിൽ തന്നെ ഉണ്ട്. ഇനി അതിൻ്റെ കട്ടി കൂട്ടൽ കുറയ്ക്കൽ നമ്മൾ നേരത്തെ ടെക്സ്റ്റിലും ലോഗോയിലൊക്കെ ചെയ്ത പോലെ തന്നെ ആൽഫയിൽ പോയിട്ട് നമുക്കിതിൽ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമ്മൾ വീണ്ടും ഒന്നുകൂടി സെലക്ട് ചെയ്തു. ശേഷം ഇവിടെ നമ്മൾ ട്രിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സ്പ്ലിറ്റ് ആക്കിയിട്ട് ഉണ്ടല്ലോ. നമുക്ക് വേണ്ട ഭാഗം കുറച്ച് ഭാഗങ്ങളാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഭാഗത്തേക്ക് നമുക്ക് ട്രിം ചെയ്ത് കൊടുക്കാം. അത് ട്രിം ലെഫ്റ്റ് ഓഫ് പ്ലേ ഹെഡ് എന്ന് കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ലെഫ്റ്റോ റൈറ്റോ ഏത് സൈഡിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രിം ചെയ്ത് സെറ്റാക്കാം. ഇനി നമ്മൾ വീണ്ടും ഒന്നുകൂടി സെലക്ട് ചെയ്തതിന് ശേഷം ഷേപ്പ്, അത് ഏത് ഷേപ്പിലാണ് നിങ്ങൾക്ക് വേണ്ടത്, ട്രയാങ്കിൾ കൊടുക്കുക. ഉണ്ടല്ലേ, നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും, ഹാർട്ട് ഇതാ, സ്റ്റാർ ഇതാ, അത്രയും ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഓക്കെ, വീണ്ടും നമ്മൾ സെലക്ട് ചെയ്തു. ശേഷം നമ്മൾ റൊട്ടേറ്റ് സ്ക്രീൻ, റൊട്ടേറ്റ് ആൻഡ് മിററിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതായത് നമുക്ക് ഇതിലൊന്നും പോകാതെ തന്നെ നമുക്ക് ഇവിടുന്ന് പിടിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ആ ഒരു സംഭവം തന്നെയാണ് റൊട്ടേറ്റ് ആൻഡ് മിററിംഗ് എന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എഫക്ട്സിനെ കുറിച്ചുള്ള ആ ഓപ്ഷനും നമ്മൾ ചെയ്തിരിക്കുന്നു.
ഇനി അതിൽ കൂടുതലൊന്നുമില്ല, ഇൻഫർമേഷനിലൊക്കെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അത് ഓക്കെ കൊടുത്തു. അപ്പോൾ എഫക്ട്സ് ഓപ്ഷൻ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ ആദ്യമായിട്ട് ചെയ്ത് പഠിച്ചു. ഇനി നമ്മൾ അത് ഓക്കെ കൊടുത്തു. അപ്പോൾ നമ്മൾ വീണ്ടും വീഡിയോ ബിഗിനിങ്ങിലേക്ക് വെച്ചിട്ടുണ്ട്. ശേഷം വീണ്ടും ലെയറിൽ ടാപ്പ് ചെയ്തു. ഇനി നമ്മളിവിടെ കൊടുക്കാൻ പോണത് സ്റ്റിക്കറാണ്. സ്റ്റിക്കർ നമുക്ക് ബേസിക്കായിട്ട് ക്ലാസിക് സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം ഇവിടെ. അതിൽ നമുക്ക് ഏറ്റവും ബേസിക്കായിട്ടുള്ള കുറച്ച് സ്റ്റിക്കറുകൾ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് അവരെ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതല്ലേ, ഇതൊക്കെ പാക്കേജ് ആയിട്ടുണ്ട്. ഇനി ആക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആക്ഷൻ എന്ന കാറ്റഗറി പോവാം. നിങ്ങൾക്ക് കുറച്ചുകൂടി ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് കിട്ടും ഇവിടെ. പിന്നെ സെലിബ്രേഷൻ, എന്തെങ്കിലും ബർത്ത്ഡേൻ്റെതോ അങ്ങനെ കേക്ക്, ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ആയിട്ടുള്ള സ്റ്റിക്കറുകൾ ഇവിടെ വേറെ ഉണ്ട്. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ളതുണ്ട്, ഫ്രെയിംസ് ഉണ്ട്, ഹാർട്സ് ഉണ്ട്, ഐക്കൺസ് ഉണ്ട്. നമ്മൾ ഈ ഐക്കൺസിലൊന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്കിവിടെ വേണ്ടെന്തെങ്കിലും ഐക്കൺസ് കാണുന്നുണ്ടോ നോക്കുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റിക്കർ ഡൗൺലോഡ് ചെയ്യാൻ പോവാണ്. നമുക്കതിൽ സബ്സ്ക്രൈബ് എന്നുള്ള ഒരു സ്റ്റിക്കർ ഉണ്ട്. അപ്പോൾ നമുക്കത് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ സബ്സ്ക്രൈബ് എന്നുള്ള ആ സ്റ്റിക്കർ ഞാനിവിടെ ഡൗൺലോഡ് ചെയ്തിട്ട് കൊടുക്കാൻ പോവാണ്. ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്ക് വന്നു. ശേഷം ഐക്കൺസിൽ ടാപ്പ് ചെയ്തു. നമുക്കിവിടെ സബ്സ്ക്രൈബ് എന്നുള്ള സ്റ്റിക്കർ എടുത്തു. ശേഷം ചെറുതാക്കിയതിന് ശേഷം നമുക്ക് എവിടെയാണോ കൊണ്ടുവെക്കേണ്ടത്, ഏത് കോർണറിലാണോ കൊണ്ടുവെക്കേണ്ടതെന്ന് നോക്കുക. എന്നിട്ട് അവിടെ കൊണ്ടുവെക്കുക. എന്നിട്ട് സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എവിടെയെങ്കിലും പ്ലേസ് ചെയ്ത് ഓക്കെ. നമ്മളൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതും ഇതുപോലെ നമുക്ക് ടിൽ ദ എൻഡ്, വീഡിയോ അവസാനിക്കുന്നത് വരെ നമുക്കത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ പിടിച്ച് സ്ക്രോൾ ചെയ്യാം, പിടിച്ച് വലിക്കുക എന്നൊക്കെ പറയും. ഓക്കെ, വീഡിയോ അവസാനിക്കുന്നവരെ നമുക്കത് കൊടുത്തു. ശേഷം ഓക്കെ കൊടുത്താൽ അതവിടെ സെറ്റായി. ഇനി ഒന്ന് പ്ലേ ചെയ്താൽ അവിടുന്ന് ആ ആനിമേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യും സബ്സ്ക്രൈബിൻ്റെ. ഓക്കെ, അപ്പോൾ ഇനി അതിൽ തന്നെ ഒന്നുപാട് ടാപ്പ് ചെയ്തു. ശേഷം നമ്മൾ നേരത്തെ ചെയ്ത അതേ ഫീച്ചേഴ്സ് ഇവിടെയും വരുന്നുണ്ട്. നമ്മളതിനെ ബ്ലിങ്ക് ചെയ്യിക്കലും പിന്നെ അതിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കലും അതിനെ ട്രിം ചെയ്യലും ഒക്കെ ആയിട്ടുള്ള ഓപ്ഷൻസ് ഒരുപാടുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ അതത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നില്ല, നമ്മൾ അതിനെക്കുറിച്ച് ഓൾറെഡി പഠിച്ചതാണ്. ഇനി നമുക്ക് ഈ ലെയറിൽ തന്നെ ഒന്നുകൂടി ടാപ്പ് ചെയ്തതിന് ശേഷം ഹാൻഡ് റൈറ്റിംഗ്, നമുക്ക് എന്തെങ്കിലും എഴുതിയിട്ട് ഇവിടെ സ്ക്രീനിൽ എഴുതണമെന്നുണ്ടെങ്കിൽ കണ്ടോ, നമ്മൾ ഹാൻഡ് റൈറ്റിങ്ങിൽ വരിക. എന്നിട്ട് ഹാൻഡ് റൈറ്റിങ്ങിൽ നമ്മൾ എന്താണോ എഴുതാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അതിവിടെ നമുക്ക് വരച്ച് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇറേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നമ്മൾ സ്ക്രീനിൽ എന്തൊക്കെയാണോ എഴുതിയത് നമുക്ക് ഈ വാട്ടർമാർക്ക് മാത്രം ഇറേസ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ വീഡിയോൻ്റെ. ഓക്കെ, നമ്മൾ എന്തൊക്കെ ടൈപ്പ് ചെയ്തു അല്ലെങ്കിൽ നമ്മളവിടെ എഴുതിയത് അത് നമുക്ക് എഴുതാനും പറ്റും, വായിക്കാനും പറ്റും. ഇനി കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ കളർ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ. പെന്നിൻ്റെ സൈസ് കൂട്ടലും കുറയ്ക്കലൊക്കെ അതുകൊണ്ട് താഴെ വന്നു കഴിഞ്ഞാൽ വീണ്ടും പെന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ കളറിൽ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കളർ അവിടെ നിന്ന് മാറ്റാനുള്ള ആ ഓപ്ഷൻ കൂടി വരും. ഓക്കെ, ഈ ഒരു രണ്ട് സംഭവം കൂടി ഇതിൽ വരും. ഇനിയിപ്പോൾ നമുക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് അൺഡു ബട്ടൺ കാണാം, അതിലൊന്ന് ടാപ്പ് ചെയ്തു. ഓക്കെ, അൺഡു ചെയ്തു, അത് ഒഴിവാക്കി. നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇന്ന് ഈ പാർട്ടിലും രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് പഠിച്ചു.